ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് അടുത്താണ്. പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അസ്ലക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ നാട്ടിൽ നിന്നൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. കോഴിക്കോട്ടേക്ക് തന്നെ വരുന്ന പറഞ്ഞത്. കുട്ടികളെ കൊടുത്തിട്ടില്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഫെറോക്ക് സിറ്റി ആയി. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക്. സോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വരുന്ന വഴി കാണാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടേക്കാണ്. എന്താ മിഠായി തെരുവ്. അതെ, മിഠായി തെരുവിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് ക്ലോത്ത്സ് അവിടെ എടുക്കാം. ഇനി മിഠായി തെരുവിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കണം. പാരഗണിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ മുന്നേ കഴിച്ചിരുന്നു, മുന്നേ പ്രാവശ്യം കോഴിക്കോട് വന്നപ്പോൾ. ഇനി ഇപ്രാവശ്യം നമുക്ക് പാരഗണിൽ കഴിക്കണം. അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടില്ല. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. നല്ല മഴ വരുന്നുണ്ട്. അറിയില്ല, മിഠായി തെരുവിലെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കാനുണ്ടല്ലോ ഓരോ ഷോപ്പിൽ പോകുമ്പോൾ. സോ മഴ പെയ്താൽ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടാവും. എന്നിരുന്നാലും നോക്കാം ഗൈസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഗൈസ്, ഞങ്ങൾ തിരൂരിൽ നിന്ന് വരുന്ന സമയത്ത് മഴ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റി. പിന്നെ പെരുന്നാൾക്ക് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ എത്താറായി. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഗൈസ്, നല്ല വിഷമുണ്ട്. പാരഗണോട്ട് നോക്കണം. ഫുഡ് കഴിച്ച ശേഷം അങ്ങോട്ട് പോകുന്നു. മഴയും വരുന്നുണ്ട്. കുട കിട്ടില്ല. ഇങ്ങനെ കുട വാങ്ങണം. ഇത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഈ റൂട്ടിലോട്ട് തന്നെയാണ് നമുക്ക് പാരഗണോട്ട് പോകുന്നത്. ഏകദേശം 6 മിനിറ്റ് നമുക്ക് പോകാം. ഫുഡ് കഴിക്കാണ് അങ്ങോട്ട് പോകാൻ. നല്ല വിഷമുണ്ട് ഗൈസ്. ഞങ്ങൾ ആദ്യം ട്രെയിൻ വരാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ആ പ്ലാൻ ചേഞ്ച് ചെയ്ത് മഴയൊക്കെ അല്ലേ. ഗായ്സ്, ഇനി 3 മിനിറ്റേ ഉള്ളൂ പാരഗണിലേക്ക്. സമയം പോയ ശേഷം 2 ആവാനായി. നല്ല വിഷമുണ്ട്. sana കഷ്ടമില്ലേ? പാരഗൺ കണ്ടു, പക്ഷേ പാർക്കിംഗ് ഇല്ലെന്നാ പറഞ്ഞത്. സ്പെഷ്യലായിട്ട് പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമുക്കിനി പാർക്കിംഗ് കണ്ടുപിടിക്കണം. ഗൈസ്, നല്ല തിരക്കാണ്. പാരഗണിൻ്റെ പാർക്കിംഗ് കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ആ സ്പേസാണ് നിൽക്കുന്നത്. സമയം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 2:15 കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അസ്ലാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റൈറ്റ് അസ്ല? ശരിയല്ലേ? അവള് ഫുഡൊന്നും വേണ്ടെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് മിഠായി വെച്ചിട്ട് ഡ്രസ്സ് കാണണം എന്നാണ് പറഞ്ഞത്. ഭയങ്കര ഡ്രസ്സിൻ്റെ ക്രേസുള്ള ആളാണ്. അസ്ലൻ്റെ കൂടെ നിന്നിട്ടിപ്പോൾ ഞാനും ഭയങ്കര ക്രേസായിട്ട് ഫുഡിനെ പോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും. അങ്ങനെ ഗായ്സ്, നമ്മൾ പാരഗണിലെത്തി. ഗായ്സ്, ഞങ്ങള് ഗോകുൽരാജ് കണ്ടു. ഫ്ലവേഴ്സ് ടീമിലെ ഫെയിമാണ്. ഹായ് പറയൂ ഗോകുൽരാജ്. ഹായ് ഗായ്സ്, ഞങ്ങള് കാലിക്കറ്റിലേക്ക് വന്നേക്കുവാണ്. ഇതാണ് കാലിക്കറ്റിലെ ഒരു ഹോട്ടല്. ഇവിടെ ഭയങ്കര തിരക്കാണ് മോനെ. ഇങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇനി ATM പോയിട്ട് പൈസ എടുക്കണം. എൻ്റെ ഗൂഗിൾ പേ കംപ്ലൈൻ്റ് ആണ്. ഇതിൽ പോകണം.
ഗായ്സ് വണ്ടി പാർക്കിങ്ങിലാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു. ഇനി ഇവിടുന്ന് ക്യാഷ് എടുത്തിട്ട് നേരെ മുട്ടായിച്ചേരിയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കണം. ചേട്ടാ ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട്? മഴ ആയിട്ട് എങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണോ? കാണില്ലല്ലേ? ഓക്കെ ഗായ്സ്, ATM എത്തി. ബസ്സിലാ നീല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്ന ഈ ഡ്രസ്സിൻ്റെ ക്രേസുള്ള ആളായതുകൊണ്ട് അറിയില്ല എത്ര ഡ്രസ്സ് എടുക്കുന്നത്. ഹലോ അസ്ന, എത്ര ഡ്രസ്സ് എടുക്കും? ഗായ്സ് അങ്ങനെ നമ്മൾ തെരുവിലെത്തി. എല്ലാവർക്കും വാങ്ങാം അലുവ. ഇതൊന്ന് കേട്ടേ. എന്താ ഇതിന്റെ പേരെന്താ? ദീപുണ്ട. ഓക്കെ ഗായ്സ്, ഇത് കോഴിക്കോട് അലുവയാണ്. ഗായ്സ് അസ്ലൊരു ഡ്രസ്സ് എടുത്തു. ആൾക്ക് മതിയായിട്ടില്ല, ഇനിയും വേണമെന്നാണ് പറഞ്ഞത്. ടോപ്പ് നേരെ കയറി കുട വാങ്ങണം. മഴയല്ലേ, അതുകൊണ്ട് കുട വാങ്ങണം. എനിക്ക് ഈ കുട നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാൻ പറ്റും. സോ നോക്കാം. ചുമ്മാ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും അല്ലേ? ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും അല്ലേ? നമ്മളെ കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗായ്സ് പർച്ചേസിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഇന്ന് ഈവനിങ്ങിൽ വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.